ഈ വയറിലെ അൾസർ കാരണം അല്ലെങ്കിൽ വയറിലെ ഈ ഒരു പ്രയാസം കാരണം എന്ത് ഭക്ഷണം കഴിച്ചാലും ഛർദി വരിക, അല്ലെങ്കിൽ രാവിലെ എണീറ്റ പാടെ ഓക്കാനം വരിക, ഛർദിക്കാൻ വന്നുകൊണ്ടേയിരിക്കുക, ഇത്തരത്തില് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചാലും വയറ് പുകച്ചില്, ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, വെള്ളം കുടിക്കുമ്പോൾ പോലും അത് പുറത്തേക്ക് വരുന്ന അവസ്ഥ, ഇങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ട്. പലതരത്തിലുള്ള മെഡിസിൻസും മറ്റൊക്കെ അതിന് കാരണം തന്നെയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിത ശൈലി ക്രമീകരിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ളത് മാറ്റിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം കുടിക്കുന്നതും അതിന്റെ കൂടെ തന്നെ ചൂടുവെള്ളം കുടിക്കുന്നതും അതിന്റെ കൂടെ തന്നെ ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നതും, ഇങ്ങനെ ചൂടുള്ളതും തണുപ്പുള്ളതും മാറി മാറി കഴിക്കുക, ഇതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയും അതിന്റെ കൂടെ പലതരത്തിലുള്ള ഡ്രഗ്സും മറ്റും യൂസ് ചെയ്യുകയും ഈവൻ മെഡിസിൻസ് എന്ന പേരിൽ ഡ്രഗ്സും മറ്റൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് അതിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വരുന്ന അല്ലെങ്കിൽ വയറിൽ വരുന്ന ചെറിയ ചെറിയ മുറിവുകൾ ഇത് പലതരത്തിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ശരീരത്തിന് ഭക്ഷണത്തെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആമാശയത്തിൽ അതിന് പറ്റാതെയാവും. അപ്പോൾ അത് പുറത്തേക്ക് കളയണം. ഇങ്ങനെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ആദ്യം ഇതൊക്കെ വരാൻ എന്ത് കാരണം എന്നുള്ളത് സ്വയം ഒരു വിശകലനം നടത്തുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുക. എന്തൊക്കെയുള്ള ജീവിതശൈലികൾ വരുത്തിയ തെറ്റുകളാണ് ഇതിലേക്ക് നയിച്ചതെന്ന് വിശകലനം ചെയ്ത് അതൊക്കെ മാറ്റാൻ ശ്രമിക്കുകയും അക്യുപങ്ക്ചർ പോലുള്ള നാച്ചുറൽ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ ആശ്വാസം കിട്ടും. എന്നിരുന്നാലും നിങ്ങൾ സ്ഥിരമായി 2 നേരം തേൻ കഴിച്ചാൽ നിങ്ങൾക്കൊരു പരിധിവരെ ആശ്വാസം കിട്ടും. അതായത് രാവിലെയും വൈകിട്ടും ഓരോ സ്പൂൺ വീതം ശുദ്ധമായ തേൻ കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് മാറ്റമുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കൂ.